ആമയിഴഞ്ചാൻ തോടിൽ ഇല്ലാതായിപ്പോയ ജോയിയുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? കഴിഞ്ഞ ഒരു ദിവസമായി തർക്കം അതാണ്. കേരള സർക്കാരിനാണെന്ന് റെയിൽവേയും റെയിൽവേക്കാണെന്ന് പരസ്പരം ആരോപിക്കുകയാണ്. മന്ത്രി ശിവൻകുട്ടിയും മന്ത്രി MP രാജേഷും മേയറുമെല്ലാം റെയിൽവേക്കെതിരെയാണ് പൂർണ്ണ ഉത്തരവാദിത്വം ആരോപിക്കുന്നത്. പരസ്പരം കേന്ദ്ര സർക്കാർ സ്ഥാപനവും കേരള സർക്കാരും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്നത് ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ആ തോടിലൂടെ ഒഴുകുന്ന മാലിന്യങ്ങളുടെ ഭീഷണി കാരണം ജീവിതം ദുസ്സഹമായി പോയ തലസ്ഥാന നിവാസികളാണ്. കാരണം ഈ ഭീഷണി ആരംഭിച്ചിട്ട് വർഷങ്ങളായി. 2015 ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ അക്ഷീണമായ ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ സംസാരിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് നടപടികളുമായി മുന്നോട്ട് പോവുകയും ഇപ്പോൾ വിവാദമായിരിക്കുന്ന ജോയി മരിച്ചുപോയ റെയിൽവേ പാളത്തിനടിയിലെ തുരങ്കത്തിൽ ആ തുരങ്കം ശുദ്ധീകരിക്കാനുള്ള ഉത്തരവ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ റെയിൽവേ അത് വിസമ്മതിച്ച DRM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് റെയിൽവേ ബോർഡ് ചെയർമാനുമായി അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ സംസാരിക്കുകയും ഉടൻ തന്നെ ഉത്തരവ് ഫോണിലൂടെ വാങ്ങി ടണൽ ശുദ്ധീകരിക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ സർക്കാരിന് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിട്ട് റെയിൽവേ യോഗത്തിനെത്തിയില്ലെങ്കിൽ അത്തരത്തിൽ ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ തന്നെ ജോയിക്ക് നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും റെയിൽവേ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. രണ്ട് കൂട്ടരും നഷ്ടപരിഹാരം നൽകട്ടെ. ജോലി റെയിൽവേയോ സംസ്ഥാന സർക്കാരോ നൽകട്ടെ. പക്ഷേ ഒരു മനുഷ്യൻ്റെ മരണം, അതിൻ്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ഒരു വിവാദമുയർത്തുന്നത് എന്തായാലും ഒരു ജനകീയ സർക്കാരിന് യോജിച്ചതല്ല. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനും ലോകത്ത് തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേക്കും ഇത് ഭൂഷണമല്ല. കാരണം ഒരു സുരക്ഷാ സൗകര്യവുമില്ലാതെ വളരെ നിർധനനായ ഒരു പാവപ്പെട്ടവനെ ഈ ടണലിലേക്ക് തള്ളിവിട്ട റെയിൽവേക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാവില്ല. ഈ ചാനൽ ചർച്ചകളിൽ ഔദ്ധത്യത്തോടുകൂടി ആണ് മന്ത്രി MP രാജേഷ് സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ചത് ഈ ദുരന്തങ്ങൾക്ക് ഉത്തരവാദിത്വം കേരളത്തിലെ ഓരോ മനുഷ്യർക്കാണ്, തിരുവനന്തപുരത്തെത്തിയ ഓരോ പൗരന്മാർക്കുമാണ്, തിരുവനന്തപുരത്ത് ജീവിക്കുന്ന പൗരന്മാർക്കാണ്. അവർ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് അവിടെ കുന്നുകൂടിയത്. ഈ ആമയിഴഞ്ചാൻ തോടിൽ ഒഴുകി നടക്കുന്നതെല്ലാം പൗരബോധമില്ലാത്ത ജനങ്ങൾ വലിച്ചെറിഞ്ഞ മാലിന്യമാണെന്ന് സത്യമാണത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ജനങ്ങളുടെ മേൽ ഒരു മന്ത്രി കെട്ടിയേൽപ്പിക്കുന്നത് ശരിയല്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരക്കുകൾക്കിടയിൽ അവർക്ക് മാലിന്യം നശിപ്പിക്കാൻ ഉള്ള സംവിധാനം ഇല്ലായ്മ വരുമ്പോൾ അവർ അങ്ങനെ ചെയ്തിരിക്കാം. പക്ഷെ പൗരബോധമില്ലാത്ത ഒരു സമൂഹമാണെങ്കിലും ആ സമൂഹത്തെ നയിക്കുന്ന ഉത്തരവാദിത്വപ്പെട്ട ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്രയും വളരെ ഒരു മനുഷ്യൻ്റെ മരണത്തിനിടയാക്കിയ ഒരു ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശരീര ഭാഷയിലും ശബ്ദത്തിലുമെല്ലാം തന്നെ ഒരു മാന്യത, മനുഷ്യത്വം പുലർത്തേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇപ്പോൾ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ പറഞ്ഞ കാര്യങ്ങളെ അദ്ദേഹം അവഗണിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. കാരണം റെയിൽവേ മറുപടി നൽകിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ലീനിങ്ങുമായി സഹകരിച്ചില്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന മട്ടിൽ താൻ കത്തെഴുതിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. അങ്ങനെ ഒരു കത്തെഴുതാൻ യഥാർത്ഥത്തിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് മാത്രമാണ് അധികാരമുള്ളത്. മുഖ്യമന്ത്രിക്ക് പോലും
റെയിൽവേയുടെ ഉന്നത അധികൃതരോട് അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കാനാവില്ല. അതിന് ഉള്ള അധികാരം അല്ലെങ്കിൽ അവകാശം സംസ്ഥാന തലത്തിൽ ചീഫ് സെക്രട്ടറിക്കുണ്ട്. ചീഫ് സെക്രട്ടറിക്ക് വേണമെങ്കിൽ റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന IRSകാരുമായി അത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നടപടിയെടുക്കണം എന്ന് മുൻ ചീഫ് സെക്രട്ടറി പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യണം ചെയ്യും എന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞത്. അതൊരിക്കലും ശരിയല്ല. പക്ഷേ നാം മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഹൂസ് ഹൂ അറിഞ്ഞിരിക്കണം. കാരണം ആരാണ് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ? എന്താണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ്? പാലക്കാട് ജില്ലാ കളക്ടർ ആയിരുന്ന കാലം മുതൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലയളവ് വരെ അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന് സർക്കാരുകൾ തിരിച്ച് എന്ത് നൽകിയിട്ടുണ്ട്? നാം പരിശോധിക്കേണ്ടതാണ്. കാരണം തലസ്ഥാനത്തെ 2-3 മഴ കൊണ്ട് വെള്ളക്കെട്ടിൽ അകപ്പെടുത്തുന്ന ആമയിഴഞ്ചാൻ തോടാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് കണ്ടെത്തി, അത് ശുദ്ധീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് കണ്ടെത്തി അതുമായി മുന്നോട്ട് പോവുകയും ഇടയ്ക്ക് വെച്ച് സർക്കാർ കൈവിട്ടപ്പോൾ അത് നിർത്തിവെക്കേണ്ടി വരികയും തുടർ സർക്കാരായി പിണറായി സർക്കാർ എത്തിയപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുകയും ചെയ്തതാണ് ആ പദ്ധതി നമ്മുടെ ഓപ്പറേഷൻ അനന്ത നിലച്ചു പോകാൻ കാരണം. അന്ന് അത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഈ വലിയ ദുരന്തം ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ദുരന്തം മാത്രമല്ല, നിത്യശാപമായി മാറുന്ന മാലിന്യ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താനും കഴിയുമായിരുന്നു. അപ്പോൾ നാം വീണ്ടും പോകേണ്ടത് ജിജി തോംസൻ്റെ വിഷയത്തിലേക്കാണ്. പാലക്കാട് കളക്ടറായിരിക്കെ പാലക്കാട് ജില്ലയിലെ 5000-ഓളം കുളങ്ങൾ ശുദ്ധീകരിക്കുന്നതാണ് പാലക്കാട് കിഴക്കൻ മേഖല ഉൾപ്പെടെ പാലക്കാട് അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം എന്ന് ദീർഘദൃഷ്ടിയോടെ കാണുകയും ഈ 5000 കുളങ്ങൾ ശുദ്ധീകരിക്കാനായി ജലനിധി എന്ന പദ്ധതി ഏർപ്പെടുത്തുകയും കൊണ്ടുവരികയും ഏതാണ്ട് 1000-കണക്കിന് കുളങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്ത ഒരാളാണ് അന്നത്തെ കളക്ടറായിരുന്ന ജിജി തോംസൺ. അന്ന് ഞാനുൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ വിമർശന ബുദ്ധിയോടെയാണ് കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ രാപ്പാടി കോട്ടയ്ക്ക് പരിസരത്ത് അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത ശില്പിയായിരുന്ന, ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത ശശികുമാർ, അദ്ദേഹം ജിജി തോംസൻ്റെ സുഹൃത്തായിരുന്നു. ആ ശില്പിയെ കൊണ്ടുവന്ന് ശില്പങ്ങൾ ഉണ്ടാക്കുകയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണാർത്ഥം കോട്ട മൈതാനത്ത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ഒരു സ്തൂപം രൂപകൽപ്പന ചെയ്യുകയും ചെയ്ത അദ്ദേഹം തന്നെയാണ് ഈ രാപ്പാടിയും രൂപകൽപ്പന ചെയ്തത്. കരിമ്പനകളുടെ സാന്നിധ്യത്തിൽ കരിമ്പനകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് എത്രയോ വർഷം മുമ്പ് ഏതാണ്ട് 90കളിൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കിയ രാപ്പാടി ഇന്ന് പാലക്കാട്ടെ ഏറ്റവും മനോഹരമായ ഓപ്പൺ എയർ തിയേറ്ററാണ്. ആലോചിച്ച് നോക്കൂ, അങ്ങനെ ദീർഘവീക്ഷണത്തോടുകൂടി പാലക്കാട് അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ കോട്ട മൈതാനം 85 കാലത്ത് പാലക്കാട് ഞാനെല്ലാം എത്തുന്ന കാലത്ത് അനാഥമായി കിടന്നിരുന്ന കോട്ട മൈതാനം അദ്ദേഹം ചുറ്റുമതിൽ കെട്ടി ഒരു ഭാഗം ക്രിക്കറ്റ് കളിക്കാനും കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള സ്ഥലമായും ചെറിയ കോട്ട മൈതാനം പൊതുയോഗങ്ങൾക്കുള്ള സ്ഥലമായും അദ്ദേഹം മാറ്റിയപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നു. കാരണം ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ വന്ന് പ്രസംഗിച്ചിട്ടുള്ള കോട്ട മൈതാനം പൊതുയോഗങ്ങൾക്ക് മാത്രമുള്ളതാണ്, അത് കളിക്കളമായി മാറ്റാൻ പാടില്ല എന്ന വിവാദങ്ങളാണ് ഉയർന്നത്. അന്ന് ഞാനും ആ വിവാദങ്ങളോടൊപ്പമായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ദീർഘദർശനത്തോടുകൂടി കർക്കശ ബുദ്ധിയോടുകൂടി അന്ന് അരയാൾ പൊക്കത്തിൽ ഈ വിശാലമായ മൈതാനത്തിന് ചുറ്റാകെ കെട്ടി ഉയർത്തിയ ആ മതിൽ ഇന്ന് കാവൽ ഭടന്മാരെ പോലെ ഈ കോട്ട മൈതാനവും പരിസരവും സംരക്ഷിച്ചു നിൽക്കുകയാണ്. മറ്റൊന്ന് അദ്ദേഹം ചെയ്തത് ടിപ്പുവിൻ്റെ കോട്ടയ്ക്ക് ചുറ്റും കാട് പിടിച്ച് കിടന്നിരുന്ന, പായൽ നിറഞ്ഞ് കിടന്നിരുന്ന കിടങ്ങ്, ആ കിടങ്ങ് എന്ത് ചെയ്യും എന്ന് പലരും ആലോചിച്ചിട്ടുണ്ടെങ്കിലും കളക്ടറായിരുന്ന കാലത്ത് അദ്ദേഹം ആ കിടങ്ങ് ശുദ്ധീകരിക്കുകയും അത് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സർവീസ് നടത്താൻ പാകത്തിൽ അത് ഒരു ടൂറിസ്റ്റ് ആകർഷണീയ സ്ഥലമാക്കി മാറ്റുകയും അതിനു ചുറ്റാകെ നടപ്പാത കെട്ടുകയും
തൊട്ടടുത്ത് വാടിക എന്ന് പറയുന്ന പാർക്ക് ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തത് ജിജി തോംസൻ്റെ കാലത്താണ്. ആലോചിച്ച് നോക്കൂ, 2-2.5 കൊല്ലം ജില്ലാ കളക്ടറായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥന് പാലക്കാട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ ആ കാലയളവിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം പിന്നെ ഞാൻ ജിജി തോംസനെ കാണുന്നത് സിവിൽ സപ്ലൈസ് മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന കാലത്താണ്. ഒരിക്കൽ എറണാകുളം വഴി ഞാൻ പോകുന്ന യാത്രക്കിടയിൽ അദ്ദേഹത്തെ ഒന്ന് പഴയ സൗഹൃദം പുതുക്കാനായി ഞാൻ കണ്ടു. യാദൃച്ഛികമാവണം അന്ന് ഞാൻ കണ്ട ദിവസമായിരുന്നു അദ്ദേഹം വിവാദമായ പാമോയിൽ ഇടപാട് സംബന്ധിച്ച ഫയലിൽ അദ്ദേഹം നോട്ട് എഴുതുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഞാൻ കടന്നു ചെല്ലുന്നത്. അന്ന് ഇത് നാളെ വിവാദമാകുമെന്നും ഇത് സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കുമെന്ന ആരോപണം ഉയരുമെന്നും ഇത് പാടില്ലെന്നും ആ ഫയലിൽ നോട്ട് എഴുതി വെച്ച് അത് അദ്ദേഹം എന്നെ വായിച്ചു കേൾപ്പിക്കുകയും എനിക്ക് വായിക്കാൻ തരികയും ചെയ്തു. ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല, ഒരു ജേർണലിസ്റ്റിനെ അത് കാണിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും അത് മനഃപൂർവ്വം ചെയ്തതല്ല. സന്ദർഭവശാൽ അത് എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നാളെ ഇത് വിവാദമാകും, അപ്പോൾ ബാബു ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് എന്നെ കാണിച്ചതാണ്. പക്ഷേ പിന്നീട് എന്തുണ്ടായി? നമ്മുടെ കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ജോജോ അടക്കം BC ജോജോ അടക്കമുള്ളവർ പാമോയിൽ ഇടപാട് വലിയ നഷ്ടം കേരളത്തിനുണ്ടാക്കി എന്ന് വാർത്ത പുറത്തു കൊണ്ടുവരികയും വിജിലൻസ് അന്വേഷണം നടക്കുകയും ലീഡർ K. കരുണാകരൻ, മുഖ്യമന്ത്രി കരുണാകരൻ, അന്നത്തെ മന്ത്രിയായിരുന്ന TH മുസ്തഫ അടക്കമുള്ള ആളുകൾ പ്രതികളായി. അതിൽ പ്രതികളായ പ്രധാന IASകാർ ഒന്ന് പത്മകുമാർ, അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന പത്മകുമാർ, പിന്നീട് KJ തോമസ് എന്ന് പറയുന്നത് CVC സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ അധ്യക്ഷനാകാൻ അഭിമുഖം പോലും കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ പാമോയിൽ കേസിൻ്റെ കാര്യം പറഞ്ഞ് ആ പദവി നഷ്ടപ്പെട്ട ഒരാളാണ്. വളരെ അഴിമതി തൊട്ട് തെറിച്ചിട്ടില്ലാത്ത സംശുദ്ധ സർവീസിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹത്തിന് അത് ലഭിക്കാതെ പോയി. അതുപോലെ ജിജി തോംസൺ ഇതിലൊന്നും കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിട്ടും അദ്ദേഹത്തിന് പെൻഷനായി, ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് പെൻഷനായി ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പേരിനെ സംബന്ധിച്ചും ഇന്നും അത് ഒരു കരിനിഴലായി ആ ആരോപണം നിലനിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ശരിയായ പ്രവർത്തനങ്ങൾ നടത്തുന്ന IASകാരെ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ സർക്കാരുകളും വേട്ടയാടുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യമെന്തെന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കുണ്ട്. കാരണം സുപ്രീം കോടതി വരെ പോയെങ്കിലും ആ കേസിൽ K. കരുണാകരനോ TH മുസ്തഫയോ അല്ലെങ്കിൽ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന പത്മകുമാറോ ഒന്നും തന്നെ ശിക്ഷിക്കപ്പെട്ടില്ല. മാത്രവുമല്ല, സിംഗപ്പൂർ മാർക്കറ്റിൽ ആ സമയത്തുണ്ടായ വിലയിലെ ഫ്ലക്ച്വേഷൻ കാരണമാണ് അതിൽ പ്രശ്നമുണ്ടായത് എന്ന് ലീഡർ കരുണാകരൻ പലവട്ടം വിശദീകരിച്ചിരുന്നു. കാരണം കേരളത്തിന് അന്ന് പാമോയിൽ ഇറക്കുമതി ചെയ്തതുകൊണ്ട് ലാഭമല്ലാതെ നഷ്ടമൊന്നും സംഭവിച്ചില്ലെന്ന് അദ്ദേഹത്തിന് സ്ഥാപിക്കാനും കഴിഞ്ഞു. അപ്പോൾ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാത്ത ആ കേസിൻ്റെ പേരിൽ വർഷങ്ങളോളം വേട്ടയാടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ജിജി തോംസൺ. അപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് നമുക്കൊരു ചീഫ് സെക്രട്ടറി ഉണ്ട് എന്ന് നമുക്ക് ആദ്യമായി ബോധ്യപ്പെടുന്നത് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്താണ്. അതിനുശേഷം SM വിജയാനന്ദ് ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ കഴിവുള്ള ഉദ്യോഗസ്ഥർ അവർക്ക് അർഹതപ്പെട്ട പദവികളിൽ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ നമുക്കുണ്ട് എന്ന് തോന്നുന്നത്. അതിനുദാഹരണമാണ് DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് DGP ആയി സേവനമനുഷ്ഠിച്ച് 2 സർക്കാരിൻ്റെയും കാലത്ത്, കാരണം VSൻ്റെ കാലത്തും അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ കാലത്തും എല്ലാം DGP ആയിരുന്ന അദ്ദേഹം ഒഴിഞ്ഞതിന് ശേഷം ആ DGP കസേരയിൽ അതുപോലെ ഒരാൾ ഇരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പിൻഗാമികൾ വരുമ്പോഴാണ് മുൻഗാമികളുടെ പ്രസക്തി ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏത് ഭരണമായാലും, ഇടത് സർക്കാർ ഭരണമായാലും UDF സർക്കാർ ഭരണമായാലും ഉദ്യോഗസ്ഥർക്ക് അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കാനും ജനനന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ നടപ്പിലാക്കാനും കഴിയും. അത് നടപ്പാക്കുമ്പോഴാണ് ചരിത്രം അവരെ ഓർക്കുന്നത്, കാലം അവരെ ഓർക്കുന്നത്. ഇല്ലെങ്കിൽ
അവർ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്കാണ് പോവുക. കാരണം എത്രയോ ചീഫ് സെക്രട്ടറിമാരും എത്രയോ കളക്ടർമാരും നമ്മുടെ നാട് ഭരിച്ചു. അവരിൽ ഓർക്കപ്പെടുന്നത് ഇത്തരത്തിൽ ജനനന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ നിറവേറ്റിയ, അങ്ങനെ തങ്ങളുടെ ജോലിയിൽ കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥർ മാത്രമാണ് കാലത്തെ അതിജീവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോൾ ജിജി തോംസൺ പാലക്കാട് കളക്ടറായിരുന്ന 90 കാലത്ത് ഈ എം പി രാജേഷ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രി, അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് SFIയിൽ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടാവുമെന്നല്ലാതെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് പോലും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം 2 വട്ടം MP ആയി, അത് കഴിഞ്ഞ് സ്പീക്കറായി, ഇപ്പോൾ മന്ത്രിയായി. പക്ഷേ ഈ സ്പീക്കറായി മന്ത്രിയായി എന്നൊക്കെ പറയുമ്പോൾ മറ്റ് ജനപ്രതിനിധികളിൽ നിന്ന് ഒരു പ്രത്യേകതയുമില്ല. കാരണം ഇപ്പോൾ ഇന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് MP രാജേഷ് പിണറായിക്ക് പഠിക്കുകയാണെന്ന്. സത്യത്തിൽ അത് ശരിയാണ്. കാരണം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ തോൽവിയോടുകൂടി നമ്മുടെ മന്ത്രിമാർ പലരും സ്വതന്ത്രമായി വർത്തമാനം പറയാൻ ആരംഭിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ആരോപണങ്ങളും മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുകയും അദ്ദേഹം കുറച്ച് നിശബ്ദനാകുകയും അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റണമെന്ന് വ്യാപകമായ അഭിപ്രായം ഉയരുകയും ചെയ്തതോടെ ഈ പ്രളയ സമയത്ത് നീർക്കോലിയും തലപൊക്കുന്നത് പോലെ പല മന്ത്രിമാരും ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ സ്വന്തം വകുപ്പുകളിൽ അവരുടെ കഴിവ് കൂടി തെളിയിക്കുകയും ജനങ്ങളോട് മാന്യമായി, കാരണം ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് PB മുതൽ കേന്ദ്ര കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുന്നു. എന്നിട്ടും അവർക്ക് മനുഷ്യത്വത്തോടെ മര്യാദയോടെ പെരുമാറാൻ മാത്രം കഴിയുന്നില്ല. കാരണം കക്ഷത്ത് തേങ്ങ വെച്ചതുപോലെയാണ് പല മന്ത്രിമാരും ജനങ്ങളോട് ഇടപെടുന്നത്. അത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമില്ല. കാരണം ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ മാന്യമായി മര്യാദയോടെ സംസാരിക്കേണ്ടതാണ്. കാരണം ജനങ്ങൾ ഏൽപ്പിച്ച ദൗത്യമാണ് ഇവർ നടപ്പാക്കുന്നത്. ഇവർ ദാസന്മാരും ജനങ്ങൾ യജമാനന്മാരുമാണ്. അല്ലാതെ നിയമസഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ദാസനാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. പെരുമാറ്റത്തിലും ശരീരഭാഷയിലും എല്ലാം ജനങ്ങളുടെ ദാസന്മാരാണ് ഞങ്ങൾ എന്ന് തോന്നിക്കും വിധം ആവണം മന്ത്രിമാരുടെ ഭരണകർത്താക്കളുടെ പെരുമാറ്റം.